കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ 9 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജനറൽ ആശുപത്രിയിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് യാസ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ മരിച്ച സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മാർച്ച് റോഡിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആശുപത്രിയുടെ കവാടത്തിലെത്തി. അന്വേഷണത്തിന് പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുക, കുടുംബത്തിന് നഷ്ടപരിഹാരം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രാന്വേഷണം നടത്തുന്നതിന് വേണ്ടി പ്രത്യേക മെഡിക്കൽ ബോർഡ് ടീമിനെ രൂപീകരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് തയ്യാറാക്കണം. ഈ കുടുംബത്തിന് അടിയന്തരമായും അർഹമായ ധനസഹായം നൽകാൻ ആവശ്യമായ ഇടപെടൽ ഈ ഗവൺമെന്റ് സ്വീകരിക്കണം. ആ കുഞ്ഞുങ്ങളുടെ അവൻ്റെ സഹോദരങ്ങളുണ്ട്, 2 കുട്ടികൾ അവൻ്റെ സഹോദരങ്ങളുണ്ട്. ആ കുട്ടികളുടെ പഠനം ഉൾപ്പെടെയുള്ള ചുമതലകൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സർക്കാർ തയ്യാറാകണം. ഉദരസംബന്ധമായ അസുഖത്തിനുള്ള ശസ്ത്രക്രിയയ്ക്കിടെ ബുധനാഴ്ചയാണ് മുഹമ്മദ് യാസ് മരിച്ചത്. ശസ്ത്രക്രിയയ്ക്കിടെ ഹൃദയാഘാതമുണ്ടായെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഇതിന് പിന്നാലെ ചികിത്സാ പിഴവുണ്ടായതായി ആരോപിച്ച് കുട്ടിയുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു. സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. കൈരളി ന്യൂസ്, കാസർഗോഡ്.